ഇലയുമ്മൽ കണ്ണീരതും ചേർത്തു മണ്ണതിനാലെ അടവാക്കും വീട് വീതി പാറിലേ കനമേറും കല്ലും മണ്ണും അതിന്മേലെ മറമാടും കബർ ബഹുജോറിലേ മറമാടും കബർ ബഹുജോറിലേ പരമിതി ചുമ്മാ വിട്ട് ചുമ്മിൽ നടക്കുന്ന സുജാത് നമുക്കുണ്ട് നാട്ടിലേ കഥയെന്ന് അറിയുന്നു നാളെ കിഴക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ കബറന്ന ഭയങ്കര വീട്ടിലേ. ഇല്ല അത് ചാടി തരാം 10 നിമിഷം ചാടുന്ന എൻ്റെ കയ്യിലുണ്ട്. റോഡ് ബ്ലോക്ക് ആയിരുന്നില്ല സത്യം വേണ്ടിട്ടാ. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട സയ്യിദുകളെ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ മഹത്തായ സലാത്തുൽ ഫാത്തിഹ മജ്ലിസ് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട റഫീഖ് വൈസിയുടെ നസീഹത്തിൽ 5 മിനിറ്റും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും. അപ്പൊ ധാരാളം ആളുകൾ ഈ സ്റ്റേജിൽ സദസ്സിലിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പൊ 2 ഭാഗത്ത് പുറത്ത് കസാര അടക്കം കിട്ടാതെ സലാത്തുൽ ഫാത്തിഹ അത് ചെല്ലുന്ന വീട്ടിൽ അല്ലാഹു റഹ്മത്തിന്റെ മലക്കിന് അല്ലാഹു ഇറക്കി കൊടുക്കുക. ആ റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ തങ്ങൾ പാപ്പന്റെ ചുരുട്ട് കാണാനും മറ്റുള്ളതല്ല. സലാത്തുൽ ഫാത്തിഹ പെണ്ണുങ്ങൾ എന്താ അവിടെ ആണുങ്ങൾ മാത്രമല്ലേ, ഒരു സ്നേഹമില്ലാത്ത പെണ്ണുങ്ങളാണ് മരിക്കു കൊടുക്കും. ഇവിടെ പങ്കെടുത്തിട്ട് കേട്ടോ. സീറ്റ് കസാലൊക്കെ കൊണ്ടുവരാൻ പറ്റും. കസാലക്ക് കൊണ്ടിട്ടുണ്ടോ ഈ പരിസരത്തിൽ ഏകദേശം പിന്നെ അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له واشهد ان سيدنا ونبينا ومنجينا ومرشدنا مصطفى محمد وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي امري
واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. وقال نبينا وحبيبنا المصطفى محمد الدنيا كلها متاع بخير متاع الدنيا المرأة الصالحة. شفيعنا رسول الله أرحم الراحمين ربي നിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ പറന്നിറങ്ങുന്ന മേലെ കൊടക്കാടിന്റെ മണ്ണിലേക്ക് പതിനായിരക്കണക്കിന് ആളുകളാണ് ഒന്നുകൂടിയിട്ടുള്ളത്. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഇവിടെ ചെലവഴിക്കുന്ന ഓരോരോ മണിക്കൂറുകളും ഓരോരോ മിനിറ്റുകളും ഓരോരോ സെക്കൻഡുകളും നിന്റെ ഹൈറിന്റെ കിതാബിൽ എഴുതി വെക്കണമല്ലോ. നാളെ മനുഷ്യരെ വെച്ചിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നരകത്തിലേക്ക് പോകാൻ അല്ലാഹു നമ്മൾക്ക് വിധി നൽകപ്പെട്ടാൽ ഈ സദസ്സിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാഗ്യം നൽകണമല്ല. ഒരുപാട് കൂടപ്പറപ്പികൾ നിൽക്കുന്നുണ്ട്, ഒരുപാട് കൂടപ്പറപ്പികൾ പഠിച്ചവർക്ക് അവരെ കയ്യിലും കാലിലും ബലം നൽകണമല്ലോ, ആഫിയത്ത് നൽകണമല്ലോ. അല്ലാഹുവേ, തെരിപ്പോ മറ്റുള്ള രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാക്കും മൂസാക്കന്റെ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു നൽകട്ടെ. നിങ്ങൾക്ക് ഭാഗ്യമുള്ള മക്കൾ, നിങ്ങളൊക്കെ ഭാഗ്യ ആർക്കായിട്ട് ഇൻഷാ അല്ലാഹ്. തക്ബീർ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അവന്റെ വളരെ 50,000 രൂപ ഞാൻ കൊടുത്ത് എങ്ങനെ തന്നാൽ പോലെ ഇങ്ങനെ തന്നെ ഞാൻ നാലാൾ അറിയണമെന്നാണ് വേണ്ടേ. അതോ സലാത്തുൽ ഫാത്തിഹയുടെ പവർ കേട്ടോളിട്ടോ. സലാത്തുൽ ഫാത്തിഹ റബ്ബത്ത് അങ്ങനെയാണെന്ന് വെച്ചാണ് സലാത്ത് ചൊല്ലുന്ന വീട്ടിൽ അല്ലാഹു ഒരു വിഷമുള്ള കൊടുക്കൂലേ. സ്ഥലയുടെ ഇടയ്ക്കര മൂത്ത് നിർത്തുന്ന ഇത് പുതിയതാണ്. രണ്ട് മാസം നാല് സ്വർഗത്തില് ആ ഭാര്യക്കും ആ കുടുംബത്തിനും അല്ലാഹു ഖദീജ ബിബിയുടെ കൂടെ റസൂലുള്ളാഹി തങ്ങളെ കൂടെ നാളെ സ്വർഗം പങ്കിടാൻ ഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ. ഇതെന്തിനാ തന്നെ കേൾക്കണോ കേട്ടോ അല്ലേ. മൂപ്പര് ഭാര്യക്ക് അസുഖമുണ്ടായി. ഒരു ഭാര്യ കേൾക്കണോ കുറച്ചോനെ വർത്തമാനം പറയുന്ന ആരെങ്കിലും മജ്‌ലിസിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റണ്ട. ഇത് കൂടെ പറ്റുന്നല്ലേ. അപ്പോ മൂപ്പര് ഭാര്യക്ക് സുഖമില്ല, വലിയ പ്രയാസമായി ഡോക്ടർമാരെ കാണിച്ചു. ഡോക്ടർമാര് വിധി എഴുതി നിന്റെ മജ്ജ മാറ്റിവെക്കണം, മജ്ജ മാറ്റിവെക്കണം. ആ ഉമ്മ സലാത്തുൽ ഫാത്തിഹയുടെ വ്യക്തമാണ്. എത്ര ലക്ഷം ഡോക്ടർ? 45 ലക്ഷം രൂപ ഈ പാടത്തിനോട് റെഡിയാക്കാൻ ഡോക്ടർമാർ വിധി എഴുതി. ആ ഉമ്മ ഭാര്യ പറഞ്ഞു, നമ്മൾക്ക് നേരെ മേലെ കൊടുക്കാതെ തങ്ങളെടുത്തു പോവാം. ഒട്ടാട്ടിക്ക് പോവാ. അവിടെ പോയി ഞങ്ങളുടെ സങ്കടങ്ങൾ നമുക്ക് പറയാം. സുബ്ഹാനല്ലാഹ്, കണ്ണുകളുമായിട്ട് അവരെന്നെ സമീപിച്ചു. കേട്ടോ, കണ്ണുകളുമായി എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, 45 ലക്ഷം ഞങ്ങൾക്ക് വേണം, എന്റെ മജ്ജ മാറ്റിവെക്കോ. ഡോക്ടർമാര് വിധി എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ വിഷമിക്കില്ല.
സുഖാവെന്ന് പറഞ്ഞു. എന്റെ കറാമത്തല്ലോ എത്തോളിങ്ങള്. അങ്ങനെ ആ ഉമ്മ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളെ നാവോട് പറഞ്ഞല്ലേ തിരിച്ചു പോരില്ല. നാവോട് പറഞ്ഞല്ലോ 45 ലക്ഷം രൂപ സ്വർണ്ണം കൊണ്ട് കാണാൻ കഴിയില്ല. എന്റെ മച്ച മാറ്റി എനിക്ക് വലിയ തങ്ങളെ നേരെ കൊടുക്കാനിന്റെ മുറ്റത്ത് നിന്ന് വന്ന് കരഞ്ഞപ്പോ ഈ കൂടപ്പുറപ്പിനോടും ഭാര്യയോടും പറഞ്ഞ് വിശ്വസിക്കൊണ്ട് അല്ല പരാജയപ്പെടുത്തൂല. അല്ല പരാജയപ്പെടുത്തൂല. പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ സ്കാനിങ് ഇന്നലെ ഡോക്ടർമാരെ കാണിച്ചു. സർജറി നടത്തുന്ന ഡോക്ടറെ കാണാൻ പറഞ്ഞു. സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോ ഒരു രോഗമില്ല. ഡോക്ടർ എന്താ വിട്ടുപോയി? മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ, എന്താ ഇംഗ്ലീഷിൽ പറയാം, പ്രൊഫസർ. ഞാൻ മലയാളം, എന്റെ കൂടെ പഠിപ്പിനൊക്കെ മലയാളം അറിയാം, അതുകൊണ്ട് അങ്ങനെ പറയാം. മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറയാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ വേറെ എവിടെന്തെങ്കിലും ഓപ്പറേഷൻ നടത്തിയോ? നിങ്ങളെ ഭാര്യക്കൊരു രോഗവുമില്ല, അങ്ങനത്തെ പ്രശ്നമില്ല. വീട്ടിൽ ചെന്നിട്ട് തന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണാഭരണം ഒരുട്ട് ഇതെന്റെ കൂടപ്പറപ്പിന് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. സാലിഹായ പടച്ചുറപ്പ് മരിക്കുന്നത് വരെ ഇവർക്കും ഇവരുടെ കുടുംബത്തിനും അങ്ങനത്തെ രോഗങ്ങളെ കൊടുക്കല്ലോ. ഒരു തക്ബീർ ചൊല്ലണേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു പരാജയപ്പെടുത്തൂല. നോക്കാൻ നിങ്ങൾ ഒരാളെ ശബ്ദമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസംഗിക്കുന്നില്ല. അല്ലാഹു ബർക്കത്ത് കേട്ടോ. പ്രസംഗിക്കുന്നതിന് തുടങ്ങാൻ അടവാക്കും വീട് കനമേറും മറമാടും കബർ ബഹുജോരിലേ, മറമാടും കബർ ബഹുജോരിലേ. പരം ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന സുജക്ക് നമുക്കുണ്ട് നാട്ടിലേ. കരയെന്ന് അറിയുണ്ടു നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, കബറെന്ന ഭയങ്കര വീട്ടിലേ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തനിയെന്നിരാരങ്ങേ, ഉലകത്തിൽ തനിയെന്നിരാരങ്ങേ. പരമിരി ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന സുജക്ക് നമുക്കുണ്ട് നാട്ടിലേ. കരയത് അറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര